ഉത്തർപ്രദേശിലെ 594 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഗംഗ എക്സ്പ്രസ് വേ ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ മീററ്റിനെ കിഴക്കൻ മേഖലയിലെ പ്രയാഗ്രാജുമായി ബന്ധിപ്പിക്കുന്ന ഈ അതിവേഗ പാത സംസ്ഥാനത്തെ വ്യവസായ, കാർഷിക, ചരക്ക് നീക്ക മേഖലകളിൽ വിപ്ലവകരമായ മാറ്റമുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷ. 36,230 കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച ഈ എക്സ്പ്രസ് വേ യാത്രാസമയവും വ്യാപാരവും വേഗത്തിലാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. നിലവിൽ മീററ്റിൽ നിന്ന് പ്രയാഗ്രാജിലെത്താൻ 10 മുതൽ 12 മണിക്കൂർ യാത്ര ചെയ്യണമെങ്കിൽ എക്സ്പ്രസ് വേയുടെ വരവോടെ ഇത് 6 മുതൽ 8 മണിക്കൂറായി ചുരുങ്ങും. നിലവിൽ 6 വരി പാതയായാണ് നിർമ്മിക്കുന്നത്. ഭാവിയിൽ ഇത് 8 വരിയായി വികസിപ്പിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. മീററ്റ്, ഹാപൂർ, ബുലന്ദ്ഷഹർ, അംറോഹ, സംഫാൽ, ബദായൂൻ, ഷാജഹാൻപൂർ, ഹർദോയ്, ഉന്നാവോ, റായ്ബറേലി, പ്രതാപ്ഗഡ്, പ്രയാഗ്രാജ് എന്നീ 12 പ്രധാന ജില്ലകളിലൂടെ കടന്നുപോകുന്ന ഈ പാതയിലൂടെ മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗതയിൽ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ സാധിക്കുമെന്നാണ് റിപ്പോർട്ട്. തന്ത്രപ്രധാനമായ പ്രതിരോധ ആവശ്യങ്ങൾ കൂടി മുൻനിർത്തിയാണ് ഈ എക്സ്പ്രസ് വേ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഷാജഹാൻപൂരിന് സമീപം യുദ്ധവിമാനങ്ങൾക്ക് അടിയന്തരമായി ഇറങ്ങാൻ സാധിക്കുന്ന 3.2 കിലോമീറ്റർ ദൈർഘ്യമുള്ള എയർ സ്ട്രിപ്പ് ഈ എക്സ്പ്രസ് വേയുടെ ഭാഗമാണ്. സിവിലിയൻ ആവശ്യങ്ങൾക്കപ്പുറം രാജ്യസുരക്ഷയ്ക്കും ഈ പാത ഇതോടെ മുതൽക്കൂട്ടാകും. ഇന്റലിജന്റ് ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം, CCTV ക്യാമറകൾ, എമർജൻസി കോൾ ബോക്സുകൾ, ആംബുലൻസ് സൗകര്യം എന്നിവ പാതയിലുടനീളം ഉറപ്പാക്കിയിട്ടുമുണ്ട്. എക്സ്പ്രസ് വേയുടെ ഉദ്ഘാടനത്തോടെ ഉത്തർപ്രദേശിന്റെ വികസന യാത്രയ്ക്ക് കൂടുതൽ വേഗത വന്നുവെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു.